നമ്മുടെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവരുടെ പേര് കൊടുത്തിരിക്കുന്നത് സാദുക്യർ എന്നാണ്. ഒരു ടീമാണ്. ആ ടീമിന്റെ പേരാണ് സാദുക്യർ. ഇവർ ആത്മാവുണ്ടെന്നും ദൂതന്മാരുണ്ടെന്നും ഒന്നും വിശ്വസിക്കുന്നവരല്ല. ഇവർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നിട്ട് പുനരുത്ഥാന സംബന്ധമായിട്ടുള്ള ഒരു കുടുക്ക് ചോദ്യം ചോദിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വിലാപഭവനം എന്നൊക്കെ പറയുന്ന വളരെ ടേണിംഗ് പോയിന്റാ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുടെ വരുന്നവരുടെ ഒരു ടേണിംഗ് പോയിന്റ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ പുനരുത്ഥാന സംബന്ധമായിട്ടൊരു കുടുക്കു ചോദ്യം, പുനരുത്ഥാനം ഇല്ല എന്ന് പ്രസ്താവിക്കാനുള്ള ഒരു കുടുക്കു ചോദ്യം യേശുവിനോട് ചോദിച്ചു. യേശു എപ്പോ വാ തുറന്നാലും ഞങ്ങൾ ഉപദേശിമാരെ പോലെ പുനരുത്ഥാനം എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. സ്വർഗമുണ്ട്, നിത്യതയുണ്ട്, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പോ ഈ ചോദ്യം ചോദിച്ചപ്പോ ചോദ്യം വളരെ ഗൗരവമായ ചോദ്യമാട്ടോ. മർക്കോസിന്റെ സുവിശേഷം 12-18 മുതലുള്ള വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു വചനമെടുത്താണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ 2-3 മിനിറ്റ് കൊണ്ട് തീരും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ആരും വർത്താനം പറയാതെ ശ്രദ്ധിച്ചില്ല. ഇവരുടെ ചോദ്യം ഇതാണ്: ഒരു വീട്ടില് 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തയാള് വിവാഹം കഴിച്ചു, മക്കളില്ലാതെ അദ്ദേഹം അങ്ങ് മരിച്ചു. അപ്പൊ മോശയുടെ ന്യായപ്രമാണം പറയുന്നത് അങ്ങനെ മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ സഹോദരന്റെ ഭാര്യയെ അടുത്ത സഹോദരൻ എന്ത് ചെയ്യണം? ദേവരധർമ്മം നടത്തണം എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കണം. എന്നിട്ട് അവർക്കുണ്ടാകുന്ന സന്തതിയിൽ ഒരുവനെ ആ മരിച്ചുപോയവന്റെ പേരിൽ മാറ്റി നിർത്തണം. ഇതാണ് മോശയുടെ ന്യായപ്രമാണം. അപ്പൊ അങ്ങനെ 7 പേരുണ്ടായിരുന്നു. 7 പേരും എന്ത് ചെയ്തു? ഈ ഒരുവളെ വിവാഹം കഴിച്ചു. ഈ ഒരുവളും ഈ 7 പേരും മരിച്ചു. സ്വർഗത്തിൽ ഇവർ ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയാകുമെന്നാണ് ചോദ്യം. ഒരു കുടുക്കു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി 3 പദങ്ങളാണ്. ഒന്ന്, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാകയാൽ നിങ്ങൾ തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഇത്ര എന്താ പറയുന്നത് മണ്ടൻ ചോദ്യം നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ആദ്യം ഇത് പോയി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. രണ്ടാമത് യേശു പറഞ്ഞു, മരിച്ചവർ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല. അപ്പോ ഇവിടെ ഭൂമിയിലാണ് ഈ വിവാഹം നടത്തുകയും വിവാഹത്തിന് കൊടുക്കപ്പെടുകയും മക്കൾ ജനിക്കുകയും അവരെ വളർത്തുകയൊക്കെ ചെയ്യുന്ന ഇവിടുത്തെ സംവിധാനമാണ്. ഇവിടുത്തെ കൾച്ചറോ ഇവിടുത്തെ നിയമവ്യവസ്ഥിതികളോ അവിടെ ഇല്ല. അവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോ അവിടെ വിവാഹം ഇല്ല, കുടുംബജീവിതം ഇല്ല. മൂന്നാമത് യേശു പറഞ്ഞത്, മരിച്ചവർ ദൈവദൂതന്മാരെ പോലെ ആയിത്തീരും. ഉണ്ടോ? എത്ര കൃത്യമായിട്ടാ പറയുന്നത്. ഇത് ഒരു പാസ്റ്റർ പറഞ്ഞതോ ഏതെങ്കിലും ഒരു പള്ളിയിലെ പുരോഹിതൻ പറഞ്ഞതോ ഏതെങ്കിലും മതത്തിന്റെ ഒരു നേതാവ് പറഞ്ഞതോ അല്ല. ഇത് ലോകരക്ഷിതാവായി ഭൂമിയിൽ ഇറങ്ങി വന്ന ക്രൈസ്തവർ മൊത്തം ആരാധിക്കുന്ന ലോകത്തിന്റെ രക്ഷകനായ യേശു പറഞ്ഞതാണ്, മരിച്ചവർ ദൈവദൂതന്മാരെ പോലെയാവുന്നത്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മരിച്ചവർ ദൈവദൂതന്മാരെ പോലെ ആകും. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെ യേശുക്രിസ്തു അവരുടെ വായ അടച്ചു. അവരുടെ വായ അടച്ച് അവർ പിന്നെ മിണ്ടിയിട്ടില്ല. കേട്ടോ, ആ ചില കാര്യമൊക്കെ പറഞ്ഞാൽ ചിലർ മിണ്ടത്തില്ല. ഞാനൊരു ദിവസം പുനരുത്ഥാനം പ്രസംഗിച്ച് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സഹോദരനെ വിളിച്ചു. ഇനി ഒന്നൊരു കാര്യം ചോദിക്കാനാണ് പറഞ്ഞു. ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് ഭൂമി വന്ന ആളെ നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 പേരെ അറിയാം. അദ്ദേഹം വളരെ ആകാംക്ഷയോടെ എന്ത് ചെയ്തു? എന്നെ നോക്കി. ആരാണ് ആ 2 പേര്? ഞാൻ പറഞ്ഞു, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് ഞങ്ങൾക്കറിയാം. പിന്നെ ആരാ പോയത്? ഞാൻ പറഞ്ഞത് പൗലൂസാ പോയത്. പൗലൂസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 പേരെ നല്ല പരിചയം എനിക്കുണ്ടെന്ന്. ഇനി അദ്ദേഹം ഒന്നും വേണ്ടി അങ്ങ് പോകുന്നത് കണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാകാം. പൗലൂസിന്റെ കാലഘട്ടം വന്നപ്പോ മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നുള്ള ചോദ്യമാണ്. ഏത് വിധം ശരീരത്തോടെ വരും?
അതിനുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. 1 കൊരിന്ത്യർ 15:35 ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഗോതമ്പ് നിലത്ത് വീണ് മണ്ണിൽ ചേരുമ്പോൾ അതിൽ നിന്ന് ഗോതമ്പ് ചെടി കിളിർക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? ഒരു പയറിന്റെയോ ഒരു നെൽമണിയോ ഗോതമ്പോ ഏതെങ്കിലും ഒരു വിത്ത് നിലത്ത് പാകുമ്പോഴല്ലേ അതിൽ നിന്നൊരു ചെടി ഉണ്ടാകുന്നത്. എന്നിട്ട് പൗലോസ് പറയാ, പ്രാകൃത ശരീരം എന്ത് ചെയ്യുന്നു? വിതയ്ക്കുന്നു, ആത്മീക ശരീരം ഉയർക്കും. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഇത് പ്രാകൃത ശരീരമാണ്, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ആത്മീക ശരീരം ഉണ്ട്. ഇതൊരു വിത്താണ്. ആ വിത്ത് നിലത്ത് പാകിയാൽ നിലത്തിൽ നിന്ന് ഇത് ഒരു പുനരുത്ഥാന ശരീരം കൊടുക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ്.